നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടുകൂടി തന്നെ ഒരു വലിയ ചർച്ച വരുന്നുണ്ട്. നടിയെ ന്യായീകരിച്ചുകൊണ്ടും ദിലീപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ വലിയ വാദങ്ങൾ. സാർ അത് മുഴുവനും വായിച്ചതല്ലേ? സാറിന് എന്ത് തോന്നുന്നു? 1714 പേജ് വരുന്ന ആ വിധിന്യായം ഞാൻ വായിച്ചു. അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വിധിന്യായമാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ജഡ്ജിയെ ഇതുപോലെ ആക്രമിച്ച ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. അവരുടെ അച്ഛൻ മാർക്സിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ്, പക്ഷേ ആ വിധിയിൽ മാർക്സവും ഇല്ല, ഒന്നുമില്ല, വസ്തുതകളാണ്. ഒരു വിധി നടത്തുമ്പോൾ എപ്പോഴും പരിഗണിക്കേണ്ടത് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡാണ്. ആ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡും നിയമവും യുക്തിയും ഉപയോഗിച്ചിട്ടാണ് അവർ ആ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ആകത്തുക നോക്കുന്ന സമയത്ത് അത് വായിച്ചു പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ദിലീപ് ഈ അതിജീവിതയ്ക്ക് എതിരെ നീങ്ങാനുള്ള കാരണമായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിലീപും കാവ്യ മാധവനുമായിട്ടുള്ള അവിഹിതമായ ബന്ധം ഇവരറിയുകയും ഇവരതിന് വ്യാപകമായ പ്രചാരം കൊടുക്കുകയും അത് കാവ്യ മാധവനുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് മഞ്ജുവിനോട് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വൈരാഗ്യം എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അത് മതിയായ ഒരു വൈരാഗ്യത്തിന് കാരണമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോട്ടീവ് അതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വാക്കുകൾ മാത്രമാണുള്ളത്. ഈ വാക്കുകളിൽ പറയുന്നതാണുള്ളത്. അതിനൊരു ഇപ്പം ആ ജഡ്ജ്മെൻറ്റിൽ അവർ വസ്തുതകൾ മാത്രം വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ അല്ലാത്ത വേറൊരു കാര്യവും കൂടിയുണ്ട്. ഈ ഒരു ഗോസിപ്പ് അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. സിനിമാ രംഗത്ത് ആരെങ്കിലും ഒരാൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗോസിപ്പിൻ്റെ പേരിൽ ഒരാളോട് ഒന്നും ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പറയില്ല, ഞാൻ നിന്നെ കൊല്ലൂടാ അതൊക്കെ പറയില്ല ദേഷ്യപ്പെട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ക്രൈമിലേക്ക്, ഈ ക്രൈം സീനിൽ ഒരിടത്തും ദിലീപില്ല, ദിലീപ് വരുന്നേയില്ല. ദിലീപിനെ ഈ ക്രൈം സീനിലേക്ക് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തത് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരാണ് ഈ 19-ാം തീയതി നടന്ന പ്രതിഷേധത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ആ പ്രതിഷേധ പൊതുയോഗത്തിൽ ദിലീപും പങ്കെടുത്തിരുന്നതാണ്. വിളക്ക് കത്തിക്കാൻ, മെഴുകുതിരി കത്തിക്കാനൊക്കെ ആയിട്ട്. അന്ന് അവിടെ പോയി മെഴുകുതിരി കത്തിച്ച മിക്കവാറും പേര് ദിലീപിനെതിരാകുകയും ചെയ്തു. എന്താ കാര്യമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പൾസർ സുനി എന്ന് പറയുന്ന സുനിൽകുമാറും ദിലീപും തമ്മിൽ ഈ കോൺസ്പിരസി, ഗൂഢാലോചന നടത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ്. അതിനാദ്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസം ദിലീപ് ആശുപത്രിയിലായിരുന്നു എന്ന LIB ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അതുപോലൊരു പമ്പര വിഡ്ഢിത്തം കേരള പോലീസിന് എങ്ങനെ പറയാൻ തോന്നി എന്നെനിക്കറിയില്ല. കാരണം ക്രൈം സീനിലുള്ള ഒരാളല്ലേ LIB ഉണ്ടാക്കേണ്ടത്. അതെ, ക്രൈം സീനിൽ ദിലീപ് ഇല്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് എല്ലാവർക്കും യോജിപ്പുണ്ട്. ഈ അതിജീവിതക്ക് യോജിപ്പുണ്ട്, മഞ്ജു വാര്യർക്ക് യോജിപ്പുണ്ട്, ബാക്കി ഇതിനെതിരെ പറയുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം ക്രൈം സീനിലില്ല. ക്രൈം സീനിലില്ലാത്ത ഒരാൾ LIB ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ LIB സമ്പൂർണമായും തെറ്റാണ് എന്ന് ആശുപത്രി രേഖകൾ സംസാരിച്ചു. അപ്പോൾ ഈ LIB ക്രിയേറ്റ് ചെയ്ത് അത് അവിടെ ഇരുന്ന് ഇത് മുഴുവൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന വാദം അവിടെ പൊളിഞ്ഞു. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആബാദ് പ്ലാസയിൽ 410-ാം നമ്പർ മുറിയിൽ ദിലീപ് താമസിച്ചിരുന്നു. അവിടെ
ഈ പൾസർ സുനി വന്നിട്ട് ദിലീപിൻ്റെ മുറിയിൽ പോയി അവർ വിശദമായി സംസാരിച്ച് ഇതൊക്കെ സെറ്റിൽ ചെയ്തു എന്നാണ്. ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടേയില്ല. കാരണം അവിടെ CCTV ക്യാമറയുണ്ട്, എല്ലാ ഫ്ലോറിലും CCTV ക്യാമറയുണ്ട്. എല്ലാ ഹോട്ടലിലും ഇപ്പോൾ എല്ലാ ഫ്ലോറിലും CCTV ക്യാമറ ഉണ്ട്. ഈ പറയുന്ന ദിവസം ഇദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ CCTV ക്യാമറയിൽ ഈ പൾസർ സുനി 410 മുറിയിലേക്ക് നടന്നു പോകുന്ന രംഗം കാണേണ്ടതല്ലേ? അതെ. ദിലീപ് അവിടെ പോകുന്ന രംഗം കാണേണ്ടതല്ലേ? അതെ. ഇത് രണ്ടും കണ്ടിട്ടില്ല. അപ്പോൾ അത് ശുദ്ധ കളവായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി അടുത്തത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 1/11/15 A1 പൾസർ സുനിയും ഇദ്ദേഹവും കൂടി ദിലീപും കൂടി ജോയ് പാലസ് ഹോട്ടൽ തൃശ്ശൂർ വെച്ച് കണ്ടുമുട്ടിയിട്ട് അവിടെ നിന്നും ഗൂഢാലോചന നടത്തി എന്നാണ്. ആ പറയുന്ന ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു 10,000 രൂപ നൽകി, തെളിവില്ല. അത് കഴിഞ്ഞ് 1 ലക്ഷം അടുത്ത ദിവസം കൊടുത്ത് ഇതിവൻ കൊണ്ട് ഇവൻ്റെ അമ്മയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത്, ആര് കൊടുത്തു എന്നുള്ളതിന് തെളിവില്ല. പിന്നെ നേരെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ വെച്ച് 30,000 രൂപ നാദിർഷ കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനും തെളിവില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പിന്നെ അത് പറയുന്ന ജോർജേട്ടൻസ് പൂരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തോപ്പുംപടിയിൽ വെച്ച് ഇവർ ഗൂഢാലോചിച്ചു എന്നാണ് പറയണം. കാരവനിൽ കയറിയിരുന്നു. അതിനും തെളിവില്ല. ഈ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ പറയുന്നത് എന്താണ്, കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബിൽ വെച്ച് ഇവർ കണ്ടുമുട്ടിയെന്നാണ്. ഈ ടെന്നീസ് ക്ലബിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥ ഉണ്ടല്ലോ, അവിടെ രജിസ്റ്റർ ഉണ്ടല്ലോ, അവിടെയും രേഖയില്ല, രജിസ്റ്റർ ഇല്ല. അപ്പോൾ ഈ രീതിയിൽ ഈ ഗൂഢാലോചന പങ്കെടുത്തു എന്ന് ഈ പ്രോസിക്യൂഷൻ ആരോപിച്ച ഒരു കാര്യത്തിനും തെളിവില്ല എന്ന് മാത്രമല്ല, മറിച്ചുള്ള തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ആ മറിച്ചുള്ള തെളിവുകൾ ഉള്ളപ്പോൾ ഗൂഢാലോചന തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ഗൂഢാലോചന തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല. ഇപ്പം മാർട്ടിൻ്റെ ഒരു വെളിപ്പെടുത്തലും കൂടെ വന്നിട്ടുണ്ടല്ലോ സാർ. മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ, 2ാം പ്രതി മാർട്ടിൻ പറയുന്നൊരു കാര്യമുണ്ട് അതിനകത്ത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാൽ പ്രൊഡക്ഷൻസിൻ്റെ അവിടെ നിന്ന് അതിനകത്തൊരു ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് വരാം. കാരണം ഇത് അതിജീവിതയ്ക്ക് സഞ്ചരിക്കാനുള്ള വണ്ടി ഇവിടെ നിന്ന് അയക്കുന്നത് ലാൽ പ്രൊഡക്ഷൻസാണ്. ലാൽ പ്രൊഡക്ഷൻസിൻ്റെ മകൻ്റെ ഭാര്യയുടെ പേരിലുള്ള SUV ആണ് വിട്ടുകൊടുത്തത്. XUV അതാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതവിടെ ചെന്ന്, അപ്പോൾ അതിൽ ആരാണ് ഡ്രൈവർ എന്നുള്ള കാര്യം അറിയാവുന്നത് ആരാണ്? ലാലിനറിയാം. അപ്പോൾ ലാലിനറിയാവുന്ന ഈ ഡ്രൈവറുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എങ്ങനെ പൾസർ സുനിക്ക് കിട്ടി? മാർട്ടിൻ പറയുന്നത് അവൻ വണ്ടി കയറിയപ്പോൾ തുടങ്ങി ഫോൺ നടിയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, അതിജീവിതയുടെ കയ്യിലാണെന്നാണ് പറയണത്. അതിജീവിത അതിനകത്തേക്ക് പലർക്കും വിളിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് കണ്ടെത്താവുന്നതാണ്. പരിശോധിച്ചിട്ടില്ല. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ ക്രൈം സീൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൽ പ്രൊഡക്ഷൻസിൻ്റെ ആഫീസിൽ നിന്ന് ഈ വണ്ടി വിടുന്ന സമയത്ത് ക്രൈം സീൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ പോയി ഈ അതിജീവിതയെ എടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന വഴിക്കാണ് പിന്നീട് ഈ നെടുമ്പാശ്ശേരിയുടെ അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വണ്ടി വന്നിടിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇതുകൂടാതെ പോലീസിൻ്റെ അതിബുദ്ധി കാരണം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റഡോർ വാൻ എടുത്തിട്ട് ആ വാനിനകത്ത് മാറ്റങ്ങൾ വരുത്തി, അതിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിന് വേണ്ടിയിട്ട്, ഇവരെ കൊട്ടേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്
ഇവരെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മെറ്റഡോർ വാൻ എടുത്തിട്ട് ആ മെറ്റഡോർ വാൻ നേരത്തെ എടുത്തിട്ട് മോഡിഫൈ ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. അതിന് മുൻപ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് പറയുന്നൊരു കാര്യം ഗോവയിൽ പോയപ്പോൾ ഇതൊക്കെ ചെയ്തു എന്നാണ്. ഗോവയിൽ പോയിട്ട് ഒന്നും നടന്നിട്ടില്ല. അവിടെ വെച്ച് നടക്കാത്തതിൻ്റെ പേരിൽ തിരിച്ചു വന്നിട്ട് ഈ മെറ്റഡോർ വാൻ എടുത്തു, ഇതൊക്കെ ചെയ്തു. അതിനും തെളിവില്ല. അതായത് ഒരു തെളിവുമില്ലാതെ കഥ മാത്രമേ ഉള്ളൂ. ഒരാളെ കഥ പോലുമില്ല, ഒരാളെ കുറ്റവാളിയാക്കി മാറ്റിയിട്ട് അയാളുടെ ജീവിതം തൊലക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിലിവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. ദിലീപിൻ്റെ ശത്രുക്കൾ അവരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. പക്ഷേ ദിലീപിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെങ്കിലും ശരിയാണ്, ദിലീപിനെ ഈ പ്രശ്നത്തിൽ കുടുക്കിയിട്ടുകൊണ്ട് തെളിവില്ലാത്ത പ്രശ്നത്തിൽ കുറ്റക്കാരനാക്കി കരുതി 89 ദിവസം ജയിലിലടക്കുകയും അതിനുശേഷം 9 കൊല്ലക്കാലം അങ്ങേരുടെ കുടുംബത്തെയും അങ്ങേരെയും തേജോവധം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തവർ ആരൊക്കെയാണെങ്കിലും അവർക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു കാര്യം ഇല്ലാത്ത തെളിവുകളുടെ പേരിൽ ഒരാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തെളിവില്ല. ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ അമ്പരന്ന് പോയി. എങ്ങനെ ഈ ഇത് വെച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇത്രയും ചെയ്യാൻ കഴിയും. മറ്റത് അവർ സമ്മതിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇത് ചെയ്തു എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസും ഉണ്ട്. അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ശിക്ഷ കുറഞ്ഞു പോയെന്നാണ്. അത് തീർച്ചയായിട്ടും തർക്കിക്കാവുന്നൊരു വിഷയമാണ്. ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ആ ജഡ്ജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ജഡ്ജ് തീരുമാനിക്കുകയും ജഡ്ജിൻ്റെ ഒരു അസസ്മെൻറ്റിൽ അവർ ചെറുപ്പക്കാരാണെന്നും അവർക്ക് ഇതാണ് കൊടുക്കേണ്ട ശിക്ഷയെന്നും തോന്നി അവർ ആ ശിക്ഷ കൊടുത്ത് ശിക്ഷ കൂട്ടണമെന്നുണ്ടെങ്കിൽ അപ്പീൽ കോടതി കൂട്ടട്ടെ. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം തെളിവില്ല. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒരു തെളിവുമില്ല, ഒരു തെളിവ്. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നത്. അത് എന്തൊരു വൃത്തികേടല്ലേ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോടതി ഒരാളെ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ ജഡ്ജ്മെൻ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ കുറേ അതിജീവിത സംരക്ഷണ സംഘം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വിശേഷിച്ച് നിൽക്കുന്ന ഒരു നാരീരത്നം എന്ന് പറയുന്നത് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ്. അവരോട് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. 2 അതിജീവിതമാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വേടൻ. ആ വേടനെ സമ്മാനം നിശ്ചയിച്ച സമിതിയിലെ അംഗമായിരുന്നു ആര്? അതിജീവിത സംരക്ഷണ സമിതിയുടെ സ്വയം അവരോധിത പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യലക്ഷ്മി. അന്ന് ഈ അതിജീവിത പ്രേമം ഉണ്ടായില്ലേ? അല്ലെങ്കിൽ അഥവാ ഇനി അതിജീവിതയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവർ സിനിമാ നടിയായിരിക്കണം, മറ്റതൊരു പാവപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് എന്തും ആകട്ടെ എന്നൊരു ധാരണയിലാണ്. ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പ്. ഇത് ഒരു കാര്യം വ്യക്തമാണ്. ഈ ജഡ്ജ്മെൻ്റ് എനിക്ക് വായിച്ചപ്പോൾ ഇത് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഇത്രയും ജുഡീഷ്യസായി എഴുതപ്പെട്ടൊരു ജഡ്ജ്മെൻറ്റിൻ്റെ പേരിലാണ് അവരെ ശിക്ഷിക്കുന്നത്. ജഡ്ജിയെ ചെയ്യാൻ പാടില്ലാത്തതാണത്. കാരണം അതൊന്ന് വായിച്ചു നോക്കണ്ടേ, അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് നോക്കണ്ടേ. രണ്ടാമത്തെ വേറൊരു വിഭാഗമുണ്ട്, റിട്ടയർ ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നെ ചില റിട്ടയർ ചെയ്ത ജഡ്ജിമാർ. ഈ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രീതിയിലായിരുന്നു കേസുകൾ അന്വേഷിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അവരന്വേഷിച്ച കേസുകളൊക്കെ പുനഃപരിശോധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.